ദൈവത്തിൻ്റെ വചനം പറയുന്ന വിവാഹം മാന്യമാണ്. ഇന്ന് ലോകത്തിൽ ഒരു പുരുഷന് ഒത്തിരി സ്ത്രീകൾ കല്യാണം നടത്തും, സീരിയൽ മാരേജ്. സഹോദരന്മാർക്ക് ഒത്തിരി സ്ത്രീകളെ കല്യാണം കഴിക്കുന്നു, സീരിയൽ മാരേജ്. പുരുഷനെ കല്യാണം കഴിക്കുന്നു, ഹോമോസെക്ഷൽ. സ്ത്രീയെ കല്യാണം കഴിക്കുന്നു, ലെസ്ബിയൻ. ഇപ്പൊ പട്ടിയെ പോലും കല്യാണം കഴിക്കുന്നു. ഇടയ്ക്ക് ഒരാൾ പാമ്പിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, അത് ജാതകത്തിൻ്റെ പൊരുത്തം അനുസരിച്ച് പാമ്പിനോട് കിടന്നാലേ വിവാഹം നടക്കുള്ളൂ. പശുവിനെ കല്യാണം കഴിക്കുന്നു. ഇങ്ങനെയുള്ള കസ്റ്റം ആചാരങ്ങളൊക്കെ ഉള്ള ഒരു നാട്ടിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. പക്ഷെ ദൈവത്താൽ നടത്തുന്ന വിവാഹം അത് ബഹുമാനമാണ്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ തടിയാണെങ്കിൽ ഒരുമിച്ച് യോജിപ്പിക്കാം, സ്വർണമാണെങ്കിൽ ഒരു 10-25 കിലോ സ്വർണ്ണങ്ങൾ കൊണ്ട് ഉരുക്കി ഇവർ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിക്കാൻ പറ്റത്തില്ല. അവരാത്മാക്കളാണ്. ഈ ആത്മാവ് ഏദൻ തോട്ടത്തിലെ യഹോവയായ ദൈവം ഇറങ്ങി വന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പൂക്കൾ വാരി ചിതറിയപ്പോൾ, മാലാഖമാർ അതുപോലെ പക്ഷികളൊക്കെ നൃത്തം വെച്ച് പാട്ടുപാടിയപ്പോൾ, ദൈവം തമ്പുരാൻ ഏദൻ പ്രതീക്ഷ എന്ന് പറയുന്ന മനോഹരമായ വിവാഹ പന്തലിൽ ആദാം എന്ന അസ്ഥിയെ എടുത്ത് ഔവ എന്ന അസ്ഥിയോട് ചേർത്ത്, മണ്ണോട് ചേർത്ത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഉരുക്കി ഒരുമിച്ച് ചേർത്തതാണ് ആദ്യത്തെ കുടുംബം. സ്തോത്രം. ആ കുടുംബം ശരിയായതുകൊണ്ടാണ് തലമുറകൾ ശരിയായി നിൽക്കുന്നത്. ആദ്യത്തെ കുടുംബം ശരിയാകാതെ വന്നാൽ അടുത്ത തലമുറകൾ കുഴഞ്ഞു പോകും. ആദാമിൻ്റെ വിവാഹം ദൈവം നടത്തിയത് കൊണ്ട്, ആ വിവാഹം ഉറച്ചത് കൊണ്ട് തലമുറകൾ അനുഗ്രഹം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.